ദൃശ്യം അത് മാസ്റ്റർ പീസാ. അത് അവിടെ തന്നെ ഉണ്ട്. 2ഉം 3ഉം ഒക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി. ഒരു മനുഷ്യനെ കൊണ്ട് ഇങ്ങനൊന്നും ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 300 കോടി ക്ലബ്ബ് കൺഫേം. പീക്ക് ക്ലൈമാക്സ് നടുക്ക് കുറച്ച് സർപ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം ഇത് വീണ്ടും വലിച്ചു കിട്ടണമായിരുന്നോ. തമിഴ്, തെലുങ്ക്, ഹിന്ദി വരെ നീളുന്ന പാൻ ഇന്ത്യൻ റീമേക്കുകൾ, ചൈനയും കൊറിയയും കടന്ന് പാൻ വേൾഡ് സിനിമ മുഴുവൻ സെലിബ്രേറ്റ് ചെയ്ത ക്ലാസിക് ക്രിമിനൽ മലയാളത്തിൻ്റെ ജോർജ് കുട്ടിയുടെ 3ാം വരവ്. അപ്പോൾ അതേപോലെ അമിത പ്രതീക്ഷയൊന്നുമില്ലാതെ ഒരു ജിത്തു ജോസഫ് സിനിമ കണ്ടിറങ്ങിയ ഓഡിഷനോട് എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ എന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ഉറപ്പായിട്ട് സിനിമ കണ്ടവരൊക്കെ നിങ്ങളുടെ സ്പോയിലർ ഫ്രീ റിവ്യൂസ് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇത്തവണ ജോർജ് കുട്ടിയെ തൂക്കിയോ അതോ ജോർജ് കുട്ടി തൂക്കിയോ എന്ന് നമുക്ക് കണ്ടിറങ്ങി ഓഡിഷനോട് ചോദിക്കാം. നേരെ ദൃശ്യം 3 റിവ്യൂല്. സൂപ്പർ പടമാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഇത്രയും പറയാനുള്ളൂ. എങ്ങനെ പ്രതീക്ഷ പോലെ തന്നെ വലിയ ഹൈപ്പാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ വന്നാല് ഒന്നും പ്രതീക്ഷിക്കാതല്ല, പ്രതീക്ഷിക്കാതെ വരാം. അത്രയ്ക്കുണ്ട് സർപ്രൈസ് സംഭവം ലാസ്റ്റ് എല്ലാം ഉണ്ട്. കിഡിലോസ്കി പടം, കിടിലം പടം, തിയേറ്റർ സ്റ്റാഫ് മിക്കവാറും ദൃശ്യം നമ്മള് സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാലേ ത്രില്ലടിച്ച് മഴിക്കാനുള്ളതുണ്ട്. കിടുക്കാച്ച് പടം ദൃശ്യത്തിന് മുകളില്, അതായത് ദൃശ്യം 1 ഉണ്ടല്ലേ, അതിന് ഒരു തിയേറ്റർ സ്റ്റാഫ്. സെക്കൻഡ് ഹാഫ് ഉടനീളം ത്രില്ലടിക്കാനുള്ളതുണ്ട്, സർപ്രൈസ് എല്ലാം ഉണ്ട്. മലയാളത്തിന്റെ ദൃശ്യവിസ്മയത്തിന് ക്ലോഷർ കിട്ടുന്ന സിനിമയാണ്. എല്ലാരും വന്ന് കാണുക, സ്പോയിലേഴ്സ് അവോയ്ഡ് ചെയ്യുക, ബ്ലാൻഡ് ആയിട്ട് വന്ന് കാണാം. ഭയങ്കര സർപ്രൈസ് സംഭവം എന്നൊക്കെ വെച്ചിട്ടുണ്ടോ ക്ലൈമാക്സ്? അങ്ങനെ ചോദിക്കുക വേണ്ട. ആളുകൾ ഒരു എന്താ പറയാ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ബ്ലാൻഡ് ആയിട്ട് ഒന്ന് കാണട്ടെ. ഓക്കെ, ജീത്തു പറഞ്ഞ മാതിരി ഇമോഷണൽ പരിപാടിയാണ്. പക്ഷെ ഫാമിലിക്കൊക്കെ അപാരം. ജോർജ് കുട്ടിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് പ്രതീക്ഷിച്ചില്ല, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. നമ്മളൊന്നും പ്രതീക്ഷിക്കില്ലല്ലോ. ദൃശ്യം 4-നുള്ള ടൈലന്റ് ഉണ്ട്. ഒരു 300 കോടി ക്ലബ്ബ് കൺഫേം. സർപ്രൈസ് സംഭവം ഇരിക്കും. ഓ, തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ്. ഓക്കെ, ഒരു മനുഷ്യനെ കൊണ്ട് ഇങ്ങനൊന്നും ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞെട്ടി. നോർമൽ നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും അല്ല. അവസാനം വരെയും ഇങ്ങനെ കിളി പോകുന്ന സംഭവം എന്നൊക്കെ പറയുന്ന രീതിയിലുണ്ട്. പ്രതീക്ഷിച്ച പോലെ ചെറിയൊരു കുടുംബ സിനിമയല്ല. അല്ല, കാണാൻ പോകുന്നവരോട് എന്താണ് പറയാനുള്ളത്? കാണണം. കാണാതെ പറഞ്ഞു പോലും തരാൻ പറ്റത്തില്ല. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സസ്പെൻസ് ആണ്. അതെ, എന്ത് പറഞ്ഞാലും സ്പോയിലർ ആയി പോകും. അല്ല, പറഞ്ഞു തരാൻ അത് പറ്റത്തില്ല. കണ്ടു തന്നെ മനസ്സിലാക്കണം. അടുത്തൊരു 200 കോടിക്ക് മുകളിൽ പ്രതീക്ഷിക്കാം. അടിപൊളി പീക്ക് ഇന്റർവെല്, അടിപൊളി പീക്ക് ക്ലൈമാക്സ്. 3ാം വരെ വെറുതെ ആയില്ല, അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് നല്ല രസമുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ അവർ കൂടുതലും പറയുന്നത് ഇമോഷണൽ ആവും നമ്മൾ സെക്കൻഡ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലാതെ, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് എന്ന് പറയാനുണ്ട്. ഉണ്ട്, ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ സിനിമ ഇങ്ങനെ എടുക്കാൻ പറ്റും. കിടിലം പടം. ദൃശ്യം 2-നൊപ്പം നിൽക്കും. കിടിലം പടം. ഇത്രയും പ്രതീക്ഷയില്ല. തയ്യാറൊക്കെ വിചാരിച്ച പടം ഇത്ര ഹിറ്റാവുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല. പക്ഷെ കിടിലം പൊളിപ്പടം സംഭവം എന്താണ് ക്ലൈമാക്സ്? പ്രതീക്ഷയല്ല അന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ എല്ലാവരും പോയി കാണുക, സ്പോയിലർ ആവും. ഒന്നും നോക്കാതെ പോയി. എങ്ങനെ? അതായത് ഫസ്റ്റ് ഹാഫിൽ നമ്മളൊരു നോർമൽ അല്ല, സെക്കൻഡ് ഹാഫിൽ ഒരുപാട് പ്ലോട്ട് മാറുന്നുണ്ട്. സംഭവം ഉണ്ട്. ഉഗ്രനാണ്, ഉറപ്പാണ്. ചെറിയൊരു പടം പ്രതീക്ഷിച്ച് വരുന്നവർക്ക് വമ്പൻ സർപ്രൈസ് ആയിരിക്കും. ട്വിസ്റ്റുകൾ ഒരുപാടുണ്ട്. ഞാനങ്ങനെ പറഞ്ഞ് ഡ്രോപ്പ് ചെയ്യുന്നില്ല. എല്ലാവരും വന്ന് കാണട്ടെ. ഉറപ്പായിട്ടും വാച്ചബിൾ മൂവി തന്നെയാണ്. കിടിലമാണ്. പിന്നെ പറഞ്ഞാലും ചിലപ്പോ എന്നാലും പറയാനൊരു എക്സൈറ്റ്മെന്റ് നമ്മളൊരു ഞാൻ എക്സൈറ്റഡ് ആണ്. കാരണം നമ്മള് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരുപാട് ട്വിസ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അടിപൊളിയാണ്. ഓക്കെ, പുള്ളി പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര വലിയ സംഭവം ഒന്നും ആക്കിയിട്ടില്ല. ഞാൻ പറയുന്നില്ല. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ഈ പടത്തിന് റിവ്യൂ ഇല്ല. പോസിറ്റീവ് കാണാതിരിക്കും. ക്ലൂ കൊടുക്കാൻ വേറൊന്നും അല്ല. 100 ക്ലബിൽ കയറും പടം ഉറപ്പ് തന്നെ. അത് 100% ഉറപ്പ് തന്നെ. 100 ക്ലബ് 10-200 കോടി അടിക്കും. ഒറ്റ ദൃശ്യം അത് മാസ്റ്റർ പീസാ. അത് അവിടെ തന്നെ ഉണ്ട്. 2ഉം 3ഉം ഒക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി. 4-നും വെയിറ്റ്. 4 വേണ്ട. ഓക്കെ, ഒന്നും പറയുന്നില്ല. തൂക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ തൂക്കി. പിറന്നാൾ ദിനത്തിൽ ലാലാട്ടം തൂക്കിയിരിക്കുന്നു. എന്ത് പ്രതീക്ഷിച്ച് വരണം? ജോർജ് കുട്ടി ആ ക്ലാസിക് ക്രിമിനലിൽ നിന്നും ഒരു മാസ് എന്താ പറയുന്ന ഒരു ടേൺ ആണ്, യു ടേൺ ആണ്. തുടരലുമൊക്കെ കണ്ട പോലെ ഒരു പൊള്ളി തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാം. കിടിലം സാധനം. ഇന്റർവെലിന് ശേഷം പടം കയറിയാൻ കൊളുത്തുക. അടിപൊളി. മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? കൂടുതലായിട്ടൊന്നും പറയാനില്ല. തിയേറ്റർ മസ്റ്റ് വാച്ച് തിയേറ്റർ ആണ്. തിയേറ്റർ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഭയങ്കര ലാലേട്ടന്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അത് തന്നെയാണ് പടം. ഭയങ്കര ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എല്ലാം ഉണ്ട് പടത്തിനകത്ത്. ഒന്നും പറയുന്നില്ല, എല്ലാം സ്പോയിലർ ആയി പോകും. അടിപൊളിയാണ് പടം. കിടിലമാണ്. തൂക്കി. ലാലേട്ടൻ തൂക്കി. പിറന്നാൾ ദിനം ലാലേട്ടൻ തൂക്കി. ഒറ്റവാക്കിൽ ദൃശ്യം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, തൂക്കിയിരിക്കുന്നു. അത്ര തന്നെ. അടുത്ത 4-ന് വേണ്ടിയുള്ള വെയിറ്റിംഗിലുണ്ട്. 4-ന് വേണ്ടിയിട്ടുള്ള അങ്ങനൊന്നും നമുക്കൊന്നും പറയുന്നില്ല. കാണാം. ജോർജ് കുട്ടി തീർച്ചയായിട്ടും ആഗ്രഹത്തിന് മുകളിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. അടിപൊളിയാണ്. ക്ലാസിക് ക്രിമിനലിൽ നിന്നും ആ ഒരു മാസ് യൂട്ടേൺ എടുത്തിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്.
നല്ല ഗംഭീര പടമാണ്. എന്നാലും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അങ്ങനെ ഒരു സംഭവം ഇരിക്കുന്നു പറയാൻ. ഇത് ഇയാൾ എങ്ങനെ എഴുതുന്നെന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും അല്ല ഇയാൾ എഴുതുന്നത്. അടിപൊളി പടം, നല്ല പടം. ലോജിക്കൽ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ? അതോ എന്തിനാ ബ്രോ ഇതിനൊക്കെ ലോജിക്ക് നോക്കുന്നത്? ലോജിക്ക് നോക്കിയിട്ടൊന്നും കാര്യമില്ല, ഇയാളെ പിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്തവണയും ജോർജ് കുട്ടി തൂക്കി. ജോർജ് കുട്ടി തൂക്കി. അടിപൊളി പടം, ഒരു രക്ഷയില്ല. എല്ലാരും വന്ന് കാണും. ഒരു പ്ലെയിൻ ഇമോഷണൽ ഡ്രാമ പ്രതീക്ഷിച്ചവർക്ക് നല്ല പൊളി പടം. ബ്രോ പ്രതീക്ഷിക്കാത്ത സർപ്രൈസ് സംഭവം. നടുക്ക് കുറച്ച് സർപ്രൈസ് ഒക്കെ ഉണ്ട്, പക്ഷെ അവസാനം ഇത് വീണ്ടും വലിച്ചു കിട്ടണമായിരുന്നോ തോന്നിയത്. ഇനി ഒരു പാട്ടിലോട്ടൊക്കെ ഒരു ചെയ്തിട്ടിട്ടുണ്ട്, വേണമായിരുന്നോ എന്നൊരു തോന്നലുണ്ട്. എങ്ങനെയുണ്ട്? ഫാൻസിനുള്ള കൊമേഴ്ഷ്യൽ പരിപാടി വെച്ചിട്ടുണ്ടോ? കൊമേഴ്ഷ്യൽ ഒന്നുമില്ല, ഒരു ഫാമിലി ഓഡിയൻസിന് ഓക്കെ. ദൃശ്യം പോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്ലൈമാക്സ് ഭയങ്കര ഒരു ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നേ ഉള്ളായിരുന്നു. ലൈക്ക് ഒരു ക്ലാസിക് ഒരു പടമാണ്, അല്ലാണ്ട് വേറെ ലൈക്ക് ഫോർത്ത് പാർട്ടിലോട്ടൊക്കെ ലീഡ് ചെയ്യുന്ന പോലെ കിട്ടിട്ടുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഒരു ആവറേജ് അങ്ങനെ പോയി. അപ്പോ ആവറേജ് ഇടാം. പ്രതീക്ഷ പോലെ ഒരു ഫാമിലി പടം. ശരി, ഓക്കെ. പറഞ്ഞിട്ടോ ഒന്നുമില്ല. പടം കൊള്ളാം, വലിയ സൂപ്പർ പടം. നമ്മള് പ്രതീക്ഷിച്ചുള്ള ക്ലൈമാക്സ് ഫോറിനുള്ള വകുപ്പുണ്ട്, ഉടനെ വന്നിരിക്കും. പറയാനുള്ളൂ, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ലാലേട്ട. ഇന്ന് വേറൊന്നുമില്ല, ഇന്ന് നെഗറ്റീവോ ഒന്നുമില്ല, ഒറ്റൊരു കാര്യം, പോസിറ്റീവ് വൈബ്. ടിക്കറ്റ് എടുക്കുക, കാണുക. ലാലേട്ടന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാവും. പടത്തിന്റെ മെറിച്ചോ ഡിമെറിച്ചോ ഒന്നും പറയുന്നില്ല. ഇന്ന് എൻ്റെ മോൻ്റെയും ബർത്ത്ഡേ ആണ്, ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്, May 21. അതുകൊണ്ട് ലവ് യു ഡിയർ ലാലേട്ടൻ ആൻഡ് മൈ ഡിയർ മോൻ.